എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച, ഇപ്പൊ ഞായറാഴ്ച ആയില്ലേ, ഈ ആഴ്ച നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്നോ അപ്പൊ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ നിങ്ങൾക്ക് റെസണേറ്റ് ആവില്ല. നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ വെറുതെ വിടാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക. അതായത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റീഡിംഗ് എടുത്താലാണ് അറിയാം. അപ്പൊ നിങ്ങളുടെ തനിയായിട്ടുള്ള എനർജി വരും. ഇത് ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും ഇതില്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എനർജി വരും. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം അറിയാം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം. എന്നിട്ട് വാട്സാപ്പില് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് കൊടുക്കുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ ഈ വ്യൂവേഴ്സിന് ഈ ആഴ്ച കൊടുക്കുന്ന മെസ്സേജസ്. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് ഈ ആഴ്ച കൊടുക്കുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് ഈ ആഴ്ച കൊടുക്കുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ ഈ ആഴ്ച വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? 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 യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് അപ്പോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളെ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പോവാണ് കേട്ടോ. നല്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചിരുന്നത് അതിൽ നിന്നൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഈ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് കേട്ടോ. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് സൺഡേ ആയി. ഈ ആഴ്ച
നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ വരുന്ന പറയുന്നത് നിങ്ങളുടെ ടൈമില്. ടൈം ചേഞ്ച് ആവുന്നു, നിങ്ങളുടെ കർമ്മഫലം ഭാഗ്യമൊക്കെ വരാൻ പോവാണ് ഇനി. ലൈഫിലൊരു നല്ലൊരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു നല്ല വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് വീട് ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ലവ് ആവണമെന്നാണ് പറയണത്. പരസ്പരം പ്യുവർ ആയിട്ടുള്ള സ്നേഹമാവും എന്നാണ് പറയണത്. പിന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോ പുതിയ ബന്ധത്തിലുള്ള സാധ്യത, പുതിയ ബന്ധത്തിനൊക്കെ ഉള്ള സാധ്യത, അല്ലെങ്കിൽ പ്രണയത്തിന്റെ വിജയം പറയാം. സ്നേഹം, സന്തോഷം, ആരോഗ്യം, ഇതിന്റെയൊക്കെ എല്ലാ തുടക്കാണ് പറയണത്. പുതിയ ഒരു യാത്രയ്ക്ക് തുടക്കം, ഒരു പ്രണയത്തെ കുറിച്ചുള്ളൊരു കാർഡാണിത്. നല്ല എന്താ പറയാ, നല്ല ബന്ധം വരുന്നു എന്ന് പറയണത്. നല്ല ദൃഢമായ സ്നേഹബന്ധം വരാൻ പോണെന്നാണ്. പവിത്രമായ സ്നേഹബന്ധം. ബിസിനസ്സിലൊക്കെയാണ് നിങ്ങൾക്ക് പുരോഗതി വരാൻ പോണു. ലവിലാണെങ്കിൽ വളരെ സന്തോഷമായ കാലഘട്ടമാണ് വരാൻ പോണത്. സന്തോഷം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയണത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം കൊടുത്തും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ മജീഷ്യൻ വന്നിട്ടുണ്ട്. ഇതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. നമുക്ക് നല്ലതാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഒത്തിരി അധികാരഭാവമൊക്കെ ഉള്ള ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ജന്മന തന്നെ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നാ പറയുന്നത്. മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയും കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ധൈര്യശാലികളൊക്കെയാണ്, വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ്. ശരിയായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഒന്നിനെയും നിങ്ങൾക്ക് ഭയമൊന്നുമില്ല. ആരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. നിങ്ങളാരും നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. സ്വന്തം കഴിവ് ഉപയോഗിച്ചാണ് നിങ്ങൾ സക്സസിലെത്തുന്നാ പറഞ്ഞത്. ഒരു രാജാവിന്റെ അധികാരമൊക്കെ നിങ്ങൾ കാണിക്കുന്ന പറഞ്ഞത്. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത് ഈ ആഴ്ചയില് കേട്ടോ. നിങ്ങൾ എന്താണ് ഈ ആഴ്ച നടക്കാൻ വേണ്ടി, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലക്ഷ്യബോധമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾക്ക് സക്സസ് വരും എന്നാണ് പറയണത്. ഫിനാൻഷ്യലി നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന സമയമാണ്. റിലേഷൻഷിപ്പിൽ നല്ല റിലേഷൻഷിപ്പ് നല്ല അതിനൊക്കെ സാധ്യതയാണ് പറയണത്. ഈശ്വരാനുഗ്രഹം ഇഷ്ടം പോലെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയും. മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. പിന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോ കുറച്ച് പേർക്കൊക്കെ ഒരു നിരാശ, ഉപേക്ഷിക്കല്, ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ച് പേർക്കൊക്കെ ഒരു നിരാശയും ഉപേക്ഷിക്കലും അതൊക്കെ കുറച്ച് പേർക്ക് പറയാം. പക്ഷെ ഇപ്പോഴത്തെ നിരാശ ഭാവിയിൽ കൂടുതൽ സംതൃപ്തിയും ആഴത്തിലുള്ള വളർച്ചയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നിന്ന് ആരെ നിങ്ങളെ ഉപേക്ഷിച്ച് പോവാനൊക്കെ ആയിട്ട് ഒരു സാധ്യതയുണ്ട് കേട്ടോ ഈ ആഴ്ചയില്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ചെറിയൊരു അകൽച്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വേറെ പ്രശ്നങ്ങൾ കൂടാതെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയാൽ മതി. ഈ ആഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കൽസ് ആണ്. 9 ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പം നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. നല്ല രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നടത്താനൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. നല്ലവണ്ണം സമ്പാദിക്കുന്ന ഒരു ആൾക്കാരാണ് നിങ്ങളെ. പക്ഷിമൃഗാദികളൊക്കെ നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. വളരെ സമ്പന്ന, ഒരുപാട് പൈസയൊക്കെ ഉണ്ടെന്നാ പറയണേ. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാ പറയണത്. സന്തോഷമായ ജീവിതം, സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ആഡംബരമായി ജീവിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. ലവ് റീഡിങ്ങിലാണെങ്കിൽ പ്രധാനമായ ഒരു ലേഡിയുടെ ഒരു ലവിനെയാണ് പറയണത്. പിന്നെ ഇത്തിരി പ്രായമായിട്ടുള്ളൊരു
കാലത്ത്, അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രണയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുറച്ചുപേര് അങ്ങനെയുള്ളവരും കാണുന്നുണ്ട് കേട്ടോ. സത്യസന്ധമായ ലേഡിയാണ്, നല്ല പ്രകൃതി സ്നേഹിയായ ലേഡിയാണ്. അപ്പൊ കുറച്ചുപേര് വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു ബന്ധം അങ്ങനെ ഉള്ളൊരിത് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ലവേഴ്സ് വന്നിരിക്കുന്ന കാലം. അപ്പൊ നിങ്ങൾ അടുത്തത് ലവേഴ്സ്. കുറച്ചു പേർക്ക് നല്ല സ്നേഹമാണ് ഇനി ഈ ആഴ്ചയില് നിങ്ങൾക്ക് വരാൻ പോണത്. നല്ല സ്നേഹമുള്ള ദമ്പതികളാണെന്നാണ് പറഞ്ഞത്. ലവേഴ്സ് ആണ്, നല്ല സ്നേഹമുള്ള ലവേഴ്സ്. പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ടാവും കേട്ടോ. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ പലതും ആവാം. ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് തന്നെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ പാർട്ടിക്ക് തന്നെ വേറെ ആരെങ്കിലും ആയിട്ടൊരു കണക്ഷനോ അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം തേർഡ് പാർട്ടി. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ലവിനെയാണ് പറയുന്നത്. നല്ല പവിത്രമായ ലവ് ആണ്. ഒരാൾക്ക് മറ്റൊരാളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, അത്രയും നല്ലൊരു സ്നേഹമാണെന്നാണ് പറയണത്. അത്രത്തോളം തീക്ഷ്ണതയുള്ള സ്നേഹമാണെന്നാണ് പറയണത്. പിന്നെ പേജ് ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട് അടുത്തത്. അപ്പൊ ജോലിന്നോ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കുറച്ച് പൈസ കിട്ടുമെന്നാണ് പറയണത് ഈ ആഴ്ചയില് കേട്ടോ. അത് കുറച്ച് പൈസ, കുറച്ച് തുക എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തതായാലും സാരമില്ല, നിങ്ങൾക്ക് എങ്ങനെയും കുറച്ച് പൈസ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് പറയണത്. അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിൽ പഠിക്കാനും പോകാനൊക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടുക, അതിനൊക്കെ സാധ്യതയുണ്ട്. നന്നായി വരുമാനമൊക്കെ ഉണ്ടാവുന്നാണ് പറയണത്. ഇപ്പൊ ബിസിനസ്സിലായാലും നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുന്നാണ് പറയണത്. പിന്നെ 10 ഓഫ് സോഴ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. 10 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെ, ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനമായി എന്നാണ് പറയുന്നത്. വെച്ചാൽ ബുദ്ധിമുട്ടുകളുടെയൊക്കെ അവസാന സമയമായി. ഇനി നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. നല്ല ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. നല്ല ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് നല്ല കാലാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. ഇതൊരു പൂർത്തീകരണത്തിന്റെ കാർഡാണത്. അപ്പൊ ഒരുപാട് വേദനാജനകമായ എന്നാൽ അനിവാര്യമായ ഒരു കാർഡ്, ഒരു അവസരത്തേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ബന്ധം പെട്ടെന്ന് അവസാനിച്ചേക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ചു പേർക്കൊക്കെ നല്ല ദൃഢമായ ബന്ധമൊക്കെ ഉണ്ടാവാൻ പോകുന്നു. ചിലർക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധം ഇപ്പൊ അവസാനിക്കുമെന്നും പറയും കുറച്ചു പേർക്കൊക്കെ. ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ജോലി ചിലർക്കൊക്കെ ഇപ്പൊ പോയിട്ടുണ്ടായിരിക്കും. കുറച്ചു പേർക്കൊക്കെ ജോലിയൊക്കെ പോയി ആകെ ബുദ്ധിമുട്ടിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇനി അതിൽ നിന്ന് മാറ്റം വരും കേട്ടോ. ബിസിനസ്സിലൊക്കെ തകർച്ച വരാം, അങ്ങനെയൊക്കെ കുറച്ചു പേർക്ക് വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇതിനെല്ലാം നല്ല മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഒരു പുതിയ തുടക്കം ലൈഫിലായാലും ഒരു പുതിയ തുടക്കം ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാവാൻ പോണെന്നാ പറഞ്ഞത്. അതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് പറയണത്. പിന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് പെന്റക്കൽസ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പോ ഉദാരമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള മനോഭാവം, നിങ്ങൾക്ക് മനോധൈര്യമൊക്കെ ഉണ്ടാവാണ്. മനോവീര്യം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിപ്പോ എന്തിനു വേണ്ടിയാണോ കൂടുതൽ അധ്വാനിക്കുന്നത്, കൂടുതൽ കഠിന പ്രയത്നമൊക്കെ ചെയ്യുന്നത്, അതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ജോലി ചെയ്തിട്ട് പൈസ കിട്ടാണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാണെങ്കിൽ അത് തിരിച്ചു കിട്ടും. ജോലിയിലേക്കാണെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാവുക, എന്തെങ്കിലും സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ആഴ്ചയില്. മറ്റുള്ളവരുടെ ദയ ഔദാര്യമൊക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ഒരുപാട് കിട്ടുമെന്നാണ് പറയണത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള വ്യക്തികളാണ്. പക്ഷെ അത് പാത്രം അറിഞ്ഞു വേണം സഹായിക്കണം മറ്റുള്ളവരെ. ലവ് റീഡിങ്ങിലൊക്കെ നിങ്ങള് ലവേഴ്സ് ആണെങ്കിൽ അങ്ങോട്ട് സ്നേഹം ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ടിരിക്കണേ ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന അത്രയും സ്നേഹം അവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ വളരെ സത്യസന്ധമായ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആളാണെന്നാണ് പറയണത്. നല്ലൊരു ലേഡി അല്ലെങ്കിൽ നല്ലൊരു മാനാവും. വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. വളരെ സ്ട്രോങ്ങും പവർഫുൾ ഒക്കെ ആയിട്ടുള്ള ഒരാൾക്കാരാണ് നിങ്ങൾ ചെയ്യുന്നതിന്റെ അതിന്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് നിൽക്കാതെ നിങ്ങളുടെ മനസ്സ് പറയണതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പൊ
നിങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടും. വളരെ ഊർജ്ജസ്വലമായ വ്യക്തിയാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളൊക്കെ നല്ല വളരെ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിവോടുകൂടി നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തികളാണ്. പിന്നെ വന്നിരിക്കുന്നത് 9 of Wands വന്നുണ്ട്. 9 of Wands എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ കഴിവിലൊക്കെ നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടാകും. ഒരുപാട് വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കാം. വിജയത്തിന് വേണ്ടി എഫർട്ട് എടുക്കുക. ധൈര്യത്തോടെ ആരംഭിച്ച നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും പറയുന്നത്. പൂർത്തിയാക്കാം. പിന്നെന്താ, ഹെറോഫന്റ് ആണ് വന്നിരിക്കുന്നത്. ഹെറോഫന്റ് എന്ന് പറയുമ്പം നിങ്ങൾ നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഒരു ടീച്ചറോ അഡ്വൈസറോ പ്രീസ്റ്റോ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങള്. നിങ്ങളിലേക്ക് ഒരു അബണ്ടന്റ് വരാൻ പോകുന്നുണ്ടെന്നാ പറയണത്. മതപരമായ കാര്യങ്ങള്, സാമ്പത്തികം, പൊളിറ്റിക്കല്, സോഷ്യൽ, ഫാമിലി, മെഡിക്കൽ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അങ്ങനെയുള്ള ജോലികളിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പറയാം. അല്ലെങ്കിൽ ഒരു വിവാഹം പ്രപ്പോസലൊക്കെ നിങ്ങൾക്ക് വരണമെന്ന് പറയാം. വരാനുള്ള സമയമാണ്. ഫിനാൻഷ്യലൊക്കെ നല്ല ടൈമാണ് കേട്ടോ. പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ബാങ്കിലൊക്കെ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈമാണെന്നാണ് പറയുന്നത്. നല്ല ഉപദേശം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരം ഒക്കെ ആ 3 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നാ പറയണത്. ധാരാളം അറിവും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ്. എല്ലാത്തിന്റെ കീ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത്രയും അറിവും ബുദ്ധി എല്ലാം നിങ്ങൾക്കുണ്ട്. എല്ലാ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുള്ള വ്യക്തിയാണ്. നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനം എടുക്കും. നിങ്ങള് നല്ലവണ്ണം ആലോചിച്ചിട്ടൊക്കെ ഏത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ എന്റെ റീഡിങ് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായിട്ട്. അപ്പൊ എന്റെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.